ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം നാടായിട്ടുള്ള ചേർത്തലയിലാണ്. ഇത് ഇന്നലത്തെ മഴയിൽ പെയ്ത വെള്ളമാണ്. ഇതാണ് ഇവിടുത്തെ ഇന്നലത്തെ മഴയിൽ പെയ്ത വെള്ളമാണെങ്കിലും ഇതാണ് ഇവിടുത്തെ കാലങ്ങളായിട്ടുള്ള അവസ്ഥ. കഴിഞ്ഞ 2024 പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന ഈ റോഡ്, ഈ റോഡിൻ്റെ നേരെ അറ്റം കാണുന്നത് വയലാർ പാലമാണ്. ഇവിടെ 2024 ഒക്ടോബർ 27 തുലാമ്പത്ത് നടക്കും, അതായത് രക്തസാക്ഷി ദിനാചരണം. അന്നേരം ഇവിടെ കുറേ മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ വരും. അവർക്ക് വൃത്തിക്ക് പോകാൻ വേണ്ടി ഈ നാട്ടിലെ ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ നേതാക്കന്മാർ ഓടിച്ചിട്ടൊരു പാച്ച് വർക്ക് നടത്തി. അന്ന് ഈ വർക്ക് നടത്തിയപ്പോൾ ഈ നാട്ടിലുള്ള ജനങ്ങൾ പറഞ്ഞായിരുന്നു, കാണാൻ ശരിയായ രീതിയിൽ തുറന്നു വിട്ട് മര്യാദയ്ക്ക് ചെയ്യുക, ഇത് ചെയ്താലും ഞങ്ങൾ ബുദ്ധിമുട്ടിലാകുമെന്ന് പറഞ്ഞിട്ട് അത് കണക്കാക്കാതെ നേതാക്കന്മാർക്ക് പോകാൻ വേണ്ടി ചെറിയ നേതാക്കൾ ചെയ്തതാണ് ഈ കാണുന്നത്. ഇനി ഇത്ര നേരമായിട്ടും ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വേണ്ടപ്പെട്ട കൗൺസിലർമാരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരും തന്നെ വരിക ഇത് നോക്കുകയോ എന്തെങ്കിലും ഒരു മാർഗം ഇന്ന് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 90% നാട്ടിലും ഇപ്പോൾ മഴ പെയ്തിട്ട് ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. കാരണം ഉണ്ടാകുന്ന ഫണ്ടിൽ നിന്നും കൈയിട്ട് വാരി അവരവരുടെ കീശ വീർപ്പിക്കുക എന്നുള്ളതല്ലാതെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ ആരും തന്നെ ഒന്നും ചെയ്യാറില്ല. വോട്ട് ചോദിക്കാൻ വരുമ്പോൾ മാത്രം കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളും വാഗ്ദാനങ്ങളും മാത്രമാണ് എല്ലായിടങ്ങളിലുള്ളത്. ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതിൽ കടന്ന് കഷ്ടപ്പെടുകയും ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. ഇന്ന് ഇത്ര നേരത്തിനിടയ്ക്ക് എത്ര പേര് ഈ വെള്ളത്തിൽ വീണ് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ആൾക്കുണ്ടായി. ഈ വീടിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറി. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഒരു തേപ്പ് കടയുണ്ട്, ഒരു ലോട്ടറി കടയുണ്ട്. ഇങ്ങോട്ടൊന്നും ഒരാൾ കയറത്തില്ല, ഹോട്ടൽ അടച്ചു പോയി. എന്തൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനത്തെയാണ് അവസ്ഥ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് അറിയാം, കാരണം ഒരുപാട് പേര് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നറിയാം. എന്നാലും ഇത് കാണുമ്പോൾ നിങ്ങളിലേക്ക് ഇത് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. ഇതാണ് ഞങ്ങളുടെ ചേർത്തലയിലെ 3-ാം വാർഡിലെ അവസ്ഥ.